വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട സുൽത്താനുലമായ AP ഉസ്താദ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും ടൈപ്പ് ചെയ്തിട്ട് കമൻറ്റിൽ വളരെ തെറി, എന്തൊക്കെയോ അവർക്കേ തിരിയൂ, മറ്റവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല എന്നുള്ള അവസ്ഥ. പക്ഷെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുഅ്മിനീങ്ങൾ മുസ്ലിങ്ങളൊക്കെ നല്ല സുരക്ഷിതരാണെന്ന്. അപ്പം നിങ്ങൾ അള്ളാഹിനെയും കുറ്റം പറയോ? എനിക്കതിപ്പോൾ സംശയപ്പോൾ അതാ. വലാ തഹിനു വലാ തഹ്സനു വ അൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല, നിങ്ങൾ 100% സുരക്ഷിതരാണ്. അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇൻ കുന്തും മുഅ്മിനീൻ എന്നാണ്. ഈമാനുള്ളവരാണെങ്കിൽ, മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു ചുക്കും സംഭവിക്കൂല, നിങ്ങൾ 100% സുരക്ഷിതരാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവരിപ്പോൾ അള്ളാഹിനും ചീത്ത പറയുന്ന തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. മുസ്ലിങ്ങളല്ലാത്തൊരു കുഴപ്പമുണ്ടാവും, പ്രയാസം ഉണ്ടാവും. 100% മുസ്ലിം ആവുകയാണെങ്കിൽ, യഥാർത്ഥ ഈമാനുള്ള മനുഷ്യനാവുകയാണെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഖുർആൻ പറഞ്ഞതാണ്, അള്ളാഹു പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നൊരു പ്രശ്നമില്ല. ഇവിടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെന്നല്ല, ഏത് ഘട്ടത്തിലും മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല, അതാ സത്യം. നരസിംഹറാവു ഭരിക്കുമ്പോൾ UDF ഭരണകാലത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ? പരിശുദ്ധമായ പള്ളി ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കിയത് UDF ഭരണകാലത്തായിരുന്നു. അല്ലെന്ന് പറയാൻ പറ്റുമോ? എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറം BJP ഭരിക്കുന്ന സവർണ ഫാസിസ്റ്റ് ദുർഭൂത ശക്തികൾ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് എപ്പോഴും പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് പറയാനുള്ള ഒറ്റ വാക്ക്, വലാ തഹിനു വലാ തഹ്സനു വ അൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, 100% സുരക്ഷിതരാണ്. വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ആയത്തുകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പ്രത്യേകം മനസ്സിലാക്കേണ്ടതെന്നറിയോ? യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ സലിമൽ മുസ്ലിമൂന, മറ്റ് മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു. മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ നാവ് കൊണ്ടും അവൻ്റെ കൈ കൊണ്ടും. കമൻ്റ് ചെയ്തിന് കൈ കൊണ്ടല്ലേ. ചില ആളുകൾ എന്നോട് വരുന്നതിനെ കുറിച്ച് അറിയാം, ഇത്രയും പ്രായമായില്ല തന്തേ എന്നും പറഞ്ഞിട്ട് പല അൽഹംദുലില്ലാ അവരോടൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവർക്കൊക്കെ ഈ കമൻറ്റ് ദേഷ്യത്തോടു കൂടിയും വെറുപ്പോടു കൂടിയും കമൻ്റ് അടിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെ മൈൻഡല്ലല്ലോ എൻ്റെ മൈൻഡ്, എൻ്റെ മൈൻഡല്ല അവരെ മൈൻഡ്. അവരെ ചിന്തയിൽ വെച്ചുകൊണ്ട് അവരങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. കാരണം ഈ ദീനിനേക്കാൾ അപ്പുറം രാഷ്ട്രീയത്തെ അവരെ മൈൻഡിൽ അങ്ങനെ രാഷ്ട്രീയം വന്നുപോയി. അത് കോൺഗ്രസ് ആയാലും ലീഗായാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും അവർ മൈൻഡിൽ കംപ്ലീറ്റ് വന്നു പോയത് രാഷ്ട്രീയമാണ്. ഇപ്പോൾ രാഷ്ട്രീയ അവസ്ഥ അങ്ങോട്ട് വന്നപ്പോൾ അവർക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. അപ്പോൾ അവർ പലതും ടൈപ്പ് ചെയ്യുകയാണ്. മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എപ്പോഴും. കേരളത്തിലടക്കം മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലായിരുന്നു. എത്രയേ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നറിയോ? ഒരുപാട് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെ കൊന്നില്ലേ, സുന്നികളെ കൊന്നു കളഞ്ഞില്ലേ. ഇപ്പോൾ RSS കൊന്നാൽ അത് വർഗീയതയും, മുസ്ലിങ്ങളെ കൊന്ന വർഗീയത അല്ലാതാവുക, അത് വേറെന്തോ ആവുകയാണോ? എല്ലാം കൊലയും കൊല തന്നെയാണ്. എല്ലാവരും ഇവിടെ മരിക്കും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന ആയത്ത് നിലക്കും കാലത്തോളം എല്ലാവരും മരണപ്പെടും, ഒരു സംശയമില്ല. എല്ലാവരും ഷയ്മ ഇല്ലാതെ മരിക്കുന്നതിന് തൊട്ട് അള്ളാഹ് കാക്കട്ടെ, അതിനു വേണ്ടി ഇതായിരിക്കും. എല്ലാവരും മരിക്കും. എല്ലാവരുടെ കാര്യം നിലനിൽപ്പ് അപകടത്തിലാണ്. അത് മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും മനുഷ്യന്മാരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അപകടത്തിലാണ്. എല്ലാവരും കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ച് നോക്കുന്നല്ലേ. ആ ആയത്ത് നിലക്കും കാലത്തോളം എല്ലാവരും നിലനിൽപ്പ് അപകടത്തിലാണ്. പക്ഷേ പല കമൻറ്റുകൾ എഴുതി നമ്മളെ കൈകൊണ്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കുക, നാവ് കൊണ്ട് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് അവസാനം ഈമാനില്ലാതെയാണ് മരിച്ചു പോകണമെങ്കിൽ അപകടമാണ്. അവിടെയാണ് അപകടം. അല്ലാതെ മുസ്ലിങ്ങൾ സുരക്ഷിതർ തന്നെയാണ് എപ്പോഴും.
മുസ്ലിങ്ങളായി ജീവിക്കുമ്പോൾ ഒരു സുരക്ഷിതർ തന്നെയാണ്. പിന്നെ സംഭവിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് എന്താ പ്രശ്നം? ലൈഫ് ഈസ് മോർട്ടൽ ബട്ട് ആഫ്റ്റർ ഡെത്ത് ഈസ് ഇമ്മോർട്ടൽ. ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജീവിതം നശ്വരമാണ്, കുറച്ച് കാലമുള്ളൂ. ഇമ്മോർട്ടലായ ഒരിക്കലും മരിക്കാത്ത ലോകത്തേക്ക് പോകാൻ മരണം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഇതൊക്കെ തിരിയണമെങ്കിൽ എന്തുവാണെന്നറിയോ? കുറച്ച് ഈമാൻ വേണം. എനിക്കും ഇല്ല, അങ്ങൾക്കും ഇല്ല. നമുക്കൊക്കെ അള്ള ഈമാൻ തരട്ടെ. അതിനുവേണ്ടി ദ്വാരക്കുക കേട്ടോ. നിങ്ങളൊക്കെ ദുആയിൽ അല്ലാഹു നമ്മളൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തുക. പരിശുദ്ധ റമദാൻ മാസമാണ്. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി തന്ന് നല്ലതൊക്കെ പറയാനും നല്ലതൊക്കെ കേൾക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.